ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ENT, ഓർത്തോപീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, നെഫ്രോളജി, ന്യൂറോളജി, കാർഡിയോളജി, ഒപ്തമോളജി, ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ 17ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വൃശ്ചികം 1. ചേലക്കരയിലെ എമ്പറ്റാന്തി മഹാകാളങ്കാവിൽ ടാക്സി ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ 45ാമത് നിറമാലയും അന്നദാനവും ഭക്തി നിർഭരമായി നടത്തി. പുണ്യമാസമായ വൃശ്ചികം 1 തുടക്കമായതോടെ ശരണം വിളികളുടെയും വ്രതശുദ്ധിയുടെയും മണ്ഡലമാസാചരണത്തിന്റെയും നാളുകൾക്ക് തുടക്കമായി. ശബരിമല തീർത്ഥാടനത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ദിനം കേരളത്തിലെങ്ങും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. ഇതിന്റെ ഭാഗമായി ചേലക്കര ടാക്സി ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിലെ പറ്റാന്തി മഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ 45 വർഷമായി മുടങ്ങാതെ തുടർന്നു വരുന്ന നിറമാല ആഘോഷവും അന്നദാനവും വിപുലമായി നടത്തി. മണ്ഡലമാസാചരണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പാൽപായസ നിവേദ്യം എന്നിവ നടന്നു. തുടർന്ന് 11:30 നടന്ന വിപുലമായ അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ 1200ഓളം പേർ പങ്കാളികളായി. ഞങ്ങളെ കാരണന്മാരായിട്ട് കൊണ്ടു നടന്ന പരിപാടിയാണ് ടാക്സി ഡ്രൈവേഴ്സ്. അത് ജാതി മത ഭേദമന്യേ പഴയ കാരണന്മാർ കൊണ്ടു നടന്ന ആഘോഷമായിട്ടാണ് ഞങ്ങളിത് പുതിയ തലമുറ കൊണ്ടു നടക്കുന്നത്. 45ാമത്തെ വാർഷികമാണ്. ഞങ്ങളോട് ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും ഞങ്ങളെല്ലാവരോടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം കുമാരി അർച്ചന പ്രിയേഷിന്റെ തായമ്പികയും അരങ്ങേറി. ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അസീസ് കുട്ടാടൻ, സെക്രട്ടറി അനിൽ പരക്കാട്, രാജൻ കുറുമല, ബാബു പ്ലാക്കോട്, രാജേഷ് വെങ്ങാനെല്ലൂർ, വേശപ്പൻ വെങ്ങാനെല്ലൂർ, ഷാബു ഉതുവടി, ഷിയാസ് ചാക്കപ്പൻ പടി തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. നിരവധി അയ്യപ്പ ഭക്തന്മാരും മാളികപ്പുറങ്ങളും നാട്ടുകാരും ടാക്സി ഡ്രൈവർമാരും ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തതോടെ ക്ഷേത്രാങ്കണം ഭക്തി നിർഭരമായി. ചേലക്കര ടാക്സി ഡ്രൈവേഴ്സിന്റെ വൃശ്ചികം 1 45ാമത്തെ നിറമാലയാണെന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്ത എല്ലാവരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. CCV ന്യൂസ്, ചേലക്കര.